നടന്നില്ലെങ്കിൽ അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിലെങ്കിലും നടക്കുമോ? അല്ല, ഈ ഇന്റർനാഷണൽ നടക്കട്ടെ, എന്നിട്ടല്ലേ അടുത്തത്. ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളി നടത്താൻ അല്ല അടുത്ത് അല്ല അതൊക്കെ നോക്കുക, സർക്കാരിന്റെ സ്റ്റേഡിയം അല്ലേ. അറിയില്ല ഇത് എങ്ങനെയാ വന്നെന്ന് ഞാൻ. എങ്ങനെ അല്ല, നിങ്ങളാണ് എന്നോട് ചോദിച്ചത്. അർജന്റീന വരില്ല എന്ന് പറയുന്നു. ഇന്നലെ പത്രങ്ങളിൽ വന്നു, ഏതോ ചാനൽ വന്നു, ഇന്നും വന്നു എന്ന് പറയുന്നു. എനിക്കറിയില്ല. നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും കൺഫ്യൂഷനായത്. അപ്പോൾ പണം അടക്കുന്ന കാര്യത്തിൽ ചെറിയ താമസം നേരിട്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഏയ് ഉണ്ടോ? ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു, റിസർവ് ബാങ്കിൻ്റെ ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു. അതായിരുന്നു സാധാരണഗതിയിൽ ഫോറിൻ റെമിറ്റൻസിന് ചെറിയ നിയമങ്ങളുണ്ടല്ലോ, ഫെറ പ്രകാരമുള്ള. അത് പ്രകാരം അദ്ദേഹത്തിന് ഇപ്പോൾ കൺഫർമേഷൻ ആയിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ആഴ്ച പണം അടക്കും. സ്പോൺസർ എന്ന് പറഞ്ഞത് പണം അടയ്ക്കാത്തത് തീയതി വരാത്തത് കൊണ്ടാണെന്നുള്ളതാണ്. തീയതിയിൽ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പണം അടയ്ക്കുമെന്നുള്ളതാണ് സ്പോൺസർ പറയുന്നത്. അല്ല എന്നൊക്കെ ഞാൻ പറയട്ടെ, ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കൺഫ്യൂഷനൊന്നുമില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു, ആ പൂർണ്ണ വിവരം എന്ന് വെച്ചാൽ അർജന്റീനിയൻ മാനേജ്മെൻറ്റ് എന്നാണ് കേരളത്തിൽ എത്തുന്നത് എന്നുള്ളതിൻ്റെ വിവരമാണ് അടുത്ത ആഴ്ച അറിയാമെന്ന് പറയുന്നത്. അവർ കൺഫേം ചെയ്തിട്ട് അവർ വരും. അവർ തന്നെ നമുക്കൊന്നിച്ച് പത്രസമ്മേളനം നടത്തി ഈ സംശയമൊക്കെ തീർക്കാം. പോരെ? അതെ അതെ. ഇല്ല, അത് നമ്മുടെ താല്പര്യമാണ്. ഡേറ്റുകൾ ഈ വിൻഡോയിൽ ഏതാണോ നമ്മളെ ഡേറ്റ് നമ്മൾ പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഈ മഴ കൂടി ഉണ്ട്, നമുക്ക് അങ്ങനെ ഒരു ആശങ്കയാണ്. ഒരു മഴ ഞാൻ അർജന്റീന ടീമിനെ ഇന്നും വിളിച്ചിരുന്നല്ലോ. ഞങ്ങൾ കണ്ടതിന് ശേഷം വിളിച്ചിരുന്നു. വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും അല്ല. അവർ പണം അടച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നേരിട്ട് വരും. അർജന്റീന ഇത് രണ്ടും ഇല്ല. അടുത്ത ആഴ്ച നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പത്രസമ്മേളനം നടത്തി കായിക പ്രേമികളുടെ ആശങ്ക ദൂരീകരിക്കും. പോരെ? എന്ന് അവർ വരും, ആരെല്ലാം കളിക്കും, ടീമിൽ എത്ര ആളുണ്ടാവും, എതിർ ടീം ആരാണ്, ഇതെല്ലാം നമ്മൾ പറയാം. ഇപ്പോൾ ഈ പറയുന്ന ആശങ്കകളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഞാനും ആദ്യം നിങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഈ അർജന്റീന ടീം റദ്ദ് ചെയ്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി. പക്ഷെ ഞാനിപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ അറിയിച്ചു അതിനകത്ത് സമയത്തിനെത്തും, മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ആ സ്പോൺസർ അവരുടെ കാര്യം ചെയ്യണമെന്നുള്ളൂ. അദ്ദേഹം ചെയ്യാമെന്നും ഇപ്പോൾ പറഞ്ഞല്ലോ, പണമടക്കാമെന്ന് പറഞ്ഞു. മറ്റു തടസ്സങ്ങൾ ഇപ്പോൾ നിലവിലില്ല. തങ്ങൾ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി ഹൈപ്പ് ഉണ്ടാക്കുമെന്നാണ് വി ടി ബൽറാം രാവിലെ പറഞ്ഞത്. ഞാനെന്താ ഇടയ്ക്ക് ഇങ്ങനെ എനിക്കിത് കണ്ടാലേ അതിനാണ്. വി ടി ബൽറാം അതാരാ? കോൺഗ്രസ്? എനിക്കറിയില്ല, അതൊക്കെ അവരോട് ചോദിക്കുക. നമ്മളൊന്നും ഈ സ്പോർട്സ് എന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, അതും പൊളിറ്റിക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അതിനെ എന്താ പറയുക, ഉത്തരം പറയുന്നത് ശരിയല്ല. അങ്ങനെയാണോ നിങ്ങളിപ്പോൾ ഇത്രയും ചാനലുകൾ വന്നുകൂടെ? ഒരു മത്സരം വരുന്നതാണ്, ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിൽ വരുന്നു, ലോക ചാമ്പ്യന്മാർ കേരളത്തിൽ കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് പൊളിറ്റിക്സാണോ? അല്ല, ഒരു പൊളിറ്റിക്സും ഇല്ല. അത് കായിക വകുപ്പിൻ്റെ ഒരു ആഗ്രഹമാണ് അത്തരം ടീമിനെ നമ്മുടെ കളിപ്പിക്കുക. നമ്മൾ ഇന്ത്യയിൽ ആദ്യമായി സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാനമാണ്. സ്പോർട്സ് എക്കോണമി നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം ഇത്തരം ടീമുകളൊക്കെ വരുമ്പോൾ ധാരാളം പുതിയ മത്സരങ്ങൾ വരും, പുതിയ കാണികൾ വരും, സ്പോർട്സിന് നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാവും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പൊളിറ്റിക്സ് ആണെങ്കിൽ പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ബുദ്ധിമോശം സംഭവിച്ചിട്ടുണ്ടാവും, മറ്റൊന്നുമല്ല. ഞാനിതിനെ ആ രീതിയിൽ കാണുന്നില്ല. ഇതിൽ ഒരു പൊളിറ്റിക്സും ഇല്ല. ഇതിൽ ഫുട്ബോൾ എന്ന പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നടത്തണം. ഞങ്ങളോടൊക്കെ തന്നെ പൂർണ്ണമായുള്ള സഹകരണം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആദ്യം മുതലേ മെസ്സി ഒക്കെ വരുന്നതിന്
ഏറ്റവും കൂടുതൽ സഹകരിച്ചാണ്. ഇനിയും ആ സഹകരണം ഉണ്ടാവുമെന്നറിയാം. മറ്റുള്ള വശങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കണ്ട, വിവാദങ്ങളിൽ കടക്കണ്ട. നമ്മുടെ സ്ഥിരം സ്വഭാവം നമുക്കിതിന് വേണ്ട. ഇത് സ്പോർട്സാണ്. നമ്മൾ ലഹരി വിരുദ്ധ യാത്ര ഒന്ന് നന്നായിട്ട് കൂട്ടി. ശരി, നമ്മൾ ഇത് ഓഫ്ലൈനിൽ ഞാൻ ഒരു കാര്യം പറയാം. നിതിൻ സേവ്യർ ചേരും. മെസ്സി വരുമെന്ന് തന്നെ മന്ത്രി വീണ്ടും ആവർത്തിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മെസ്സി വരും എന്ന് മന്ത്രി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒക്ടോബറിൽ കേരളത്തിൽ വരുമെന്ന് മന്ത്രി പറയുന്നു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്ന് പറയുന്നു. പക്ഷെ ഒക്ടോബറിൽ വരാനിരിക്കുന്ന മഴയെക്കുറിച്ച് മന്ത്രി ആശങ്ക പങ്കുവെക്കുന്നു. മറ്റുള്ള കാര്യം, സാമ്പത്തികമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കുമായിട്ട് ഈ സ്പോൺസർ എന്തോ കൺഫർമേഷൻ ലഭിക്കാനുണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ മറ്റൊരു തടസ്സങ്ങളും ഇതിലില്ല എന്ന് പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ, ഈ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാമെന്നും മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഒരു ഉറപ്പില്ലായ്മ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളോട് സംസാരിച്ച രീതി അനുസരിച്ച് നിലവിൽ ഒരു കൺഫ്യൂഷൻ ഈ വിഷയത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മെസ്സി വരും, അർജന്റീന ടീം എന്നാണ് അദ്ദേഹം ആവർത്തിച്ചത്. മെസ്സി എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നില്ല. അർജന്റീന ടീം എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. അർജന്റീന ടീം കേരളത്തിൽ കളിക്കും എന്നാണ് പറയുന്നത്. ഗ്രൗണ്ടിനെ കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ സേവ്യർ മന്ത്രിയോട് ചോദിച്ചിരുന്നു. എവിടെയാണ് കളിക്കാൻ ഇറങ്ങുക എന്ന് ചോദിച്ചിരുന്നു. സർക്കാരിന്റെ ഗ്രൗണ്ടുകളല്ലേ, ആ മൈതാനങ്ങൾ സജ്ജമാക്കും എന്ന ഉദ്ദേശത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. കാര്യവട്ടമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ മൈതാനം. അവിടെയായിരിക്കും കളി നടത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ കാലാവസ്ഥയെക്കുറിച്ചുള്ള ആശങ്ക, ആ സമയത്ത് മഴയായിരിക്കും എന്നൊക്കെയുള്ള കാര്യം കൂടി മന്ത്രി പറയുന്നുണ്ട്. എന്തായാലും മന്ത്രി ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്.